ത്തിനായുള്ള ഡ്രഡ്ജർ ഗോവ തുറമുഖത്തു നിന്ന് പുറപ്പെട്ടു. ഇന്ന് രാത്രിയോടെ കാർവാർ തുറമുഖത്ത് എത്തുന്ന ഡ്രഡ്ജർ നാളെ വൈകിട്ട് ഷിരൂരിലെ അപകട സ്ഥലത്ത് എത്തിക്കാൻ കഴിയുമെന്നാണ് അധികൃതർ പ്രതീക്ഷ പ്രകടിപ്പിക്കുന്നത്. KV ബൈജു നൽകും വിവരങ്ങൾ. കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിൽ കാണാതായ അർജുൻ ഉൾപ്പെടെ 3 പേർക്കായുള്ള തിരച്ചിൽ വീണ്ടും പുനരാരംഭിക്കുന്നു. ഇതിന്റെ ഭാഗമായി ഗോവയിൽ നിന്നുള്ള ഡ്രഡ്ജർ ഇന്ന് പുലർച്ചെ 6 മണിയോടുകൂടി പുറപ്പെട്ടിരിക്കുന്നു. അർദ്ധരാത്രിയോടുകൂടി ഈ ഡ്രഡ്ജർ കാർവാറിലെത്തും. അതിനുശേഷം നാളെ ആയിരിക്കും കാർവാറിൽ നിന്നും ഷിരൂരിലേക്ക് ഡ്രഡ്ജർ പുറപ്പെടുക. ഏതായാലും 30 മണിക്കൂറോളം സമയമാണ് ഗോവ മുതൽ ഇത്തരത്തിൽ ഗംഗാവലി പുഴയിലെത്താൻ ഈ ടഗ് ബോട്ടിന് സമയം വേണ്ടിവരിക. ഏതായാലും കാലാവസ്ഥ വളരെ അനുകൂലമാണ്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തിരച്ചിൽ പുനരാരംഭിക്കാൻ തന്നെയാണ് കർണാടക സർക്കാരിന്റെ തീരുമാനം. ഏതായാലും 92 ലക്ഷം രൂപയോളം ചെലവിട്ടാണ് ഇപ്പോൾ വീണ്ടും ഈ തിരച്ചിൽ ആരംഭിക്കുന്നത്. 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു തിരച്ചിലായിരിക്കും നടക്കുകയെന്ന് ജില്ലാ ഭരണകൂടം നേരത്തെ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു. എന്തായാലും നാളെ നിർണായകമായ യോഗം കാർവാറിൽ ചേരും. ജില്ലാ കലക്ടർ ലക്ഷ്മിപ്രിയ, അതുപോലെ തന്നെ ജില്ലാ പോലീസ് സൂപ്രണ്ട് നാരായണ, AKM അഷ്റഫ് MLA, അതുപോലെ തന്നെ കാർവാർ MLA തുടങ്ങിയവർ സംബന്ധിക്കുന്ന യോഗത്തിൽ ഏത് രീതിയിലാണ് തിരച്ചിൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്ന് സംബന്ധിച്ച് യോഗത്തിൽ തീരുമാനമുണ്ടാകും. പ്രധാനമായും ഈശ്വർ മൽപ്പ ഉൾപ്പെടെയുള്ളവരുടെ സേവനം ഈ തെരച്ചിലിൽ ലഭ്യമാക്കും. ആ കാര്യത്തിലും യോഗത്തിൽ തീരുമാനമുണ്ടാകും. എന്തായാലും വ്യാഴാഴ്ചയോടുകൂടി തിരച്ചിൽ പുനരാരംഭിക്കാൻ സാധിക്കുമെന്ന ഒരു പ്രതീക്ഷയാണ് ജില്ലാ ഭരണകൂടം പങ്കുവെക്കുന്നത്. പ്രധാനമായും ലോറി പുറത്തേക്ക് എടുക്കാനാണ് ശ്രമിക്കുക. ലോറിയുടെ ക്യാബിനകത്ത് അർജുൻ്റെ ഏതെങ്കിലും ശരീരാവശിഷ്ടങ്ങൾ കിട്ടുന്നോ എന്നതാണ് ഏറ്റവും പ്രധാനം. അത്തരത്തിലുള്ള ഒരു തിരച്ചിലായിരിക്കും നടക്കുക. ഈ അർജുൻ ഉൾപ്പെടെ 3 പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത്. അതായത് കന്നഡികരായ ലോകേഷും ജഗന്നാഥും ഉൾപ്പെടെ 3 പേരെ കണ്ടെത്താനുണ്ട്. ഇവർക്കായുള്ള തെരച്ചിലാണ് കർണാടക സർക്കാർ ഇപ്പോൾ ഏതായാലും വീണ്ടും ആരംഭിക്കുന്നത്. ഈ കാലാവസ്ഥ അനുകൂലമായ സാഹചര്യത്തിൽ വേലി ഇറക്ക സമയത്തായിരിക്കും ഈ ടഗ് ബോട്ട് ഈ ഗംഗാവലി പുഴയിലേക്ക് എത്തിക്കുക. ഇന്ന് അർദ്ധരാത്രിയോടുകൂടി കാർവാറിലെത്തുന്ന ഈ ഡ്രഡ്ജർ നാളെ രാവിലെയോടുകൂടി അവിടെ നിന്നും പുറപ്പെട്ട് വേലി ഇറക്ക സമയത്ത് ഈ കൊങ്കൺ റെയിൽപാത കടന്നു പോകുന്ന ആ ഒരു ഭാഗത്തോടുകൂടി ഗംഗാവലി പുഴയിലെത്തിക്കാനാണ് ആലോചന നടക്കുന്നത്. ആ സമയത്ത് വെയിലിറക്ക സമയത്ത് ഈ ക്രെയിനൊക്കെ ഈ തൂണിന് ഇടയിലൂടെ കൊണ്ടുവരാൻ സാധിക്കൂ. അതിനുവേണ്ടിയാണ് അത്തരത്തിലുള്ള ഒരു കാത്തിരിപ്പ്. എന്തായാലും ഒരു 10 ദിവസം തിരച്ചിൽ എന്നാണ് പറയുന്നതെങ്കിലും 3-4 ദിവസത്തിനകം തന്നെ ഈ ലോറി പുറത്തേക്ക് എടുക്കാൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷ ഈ ദൗത്യ സംഘം പങ്കുവെക്കുന്നുണ്ട്. നേവിയുടെ സഹായം ഏതായാലും ഈ തെരച്ചിലിനുണ്ടാകും. മുങ്ങൽ വിദഗ്ധരുടെ സേവനമുണ്ടാകും. അത്തരത്തിൽ എങ്ങനെയാണോ തുടക്കത്തിൽ ഒരു തെരച്ചിലുണ്ടായത് അതേ രീതിയിലുള്ള ഒരു തെരച്ചിൽ തന്നെയാണ് ഇപ്പോഴും ജില്ലാ ഭരണകൂടം പദ്ധതിയിടുന്നത്. എന്തായാലും അത് സംബന്ധിച്ച് നാളത്തെ യോഗത്തിൽ പൂർണ്ണമായ വിവരം ലഭ്യമാകും. KV ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്. വയനാട് ദുരിതാശ്വാസവും